പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇത് സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഇപ്പോഴോ നിങ്ങൾ ഉറങ്ങി ആശ്വസിക്കുന്നുവോ? നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോകാം. ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ കാര്യം നമ്മൾ വായിച്ചത് അല്ലേ? ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയും ഹല്ലേലൂയ, യേശു ക്രിസ്തു മലമുകളിൽ പോയി പ്രാർത്ഥിച്ച് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചതും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രാർത്ഥന കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന സമയത്ത് ശിഷ്യന്മാർ ഉറക്കമാണ്. ഹല്ലേലൂയ. ഈ വചന ചരിത്ര പശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 26-37 തൊട്ട് വായിച്ചു വന്നാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ മുമ്പിൽ അനേകർ കമണ്ട് വീണിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ, യേശു കമണ്ട് വീണ് പിതാവിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ മുമ്പിൽ അനവധി ആളുകൾ കമണ്ട് വീണിട്ടുണ്ട്. എന്നാൽ യേശു പിതാവിന്റെ മുമ്പിൽ കമണ്ട് വീണ് പ്രാർത്ഥിക്കുന്നു. പിതാവി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പറയുക. ലൂക്കോസ് 22:41 അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. എന്നാൽ അതിദുഃഖത്തിൽ യേശു പിന്നെയും കമണ്ട് വീണു എന്ന് മത്തായി പറയുക. ഹല്ലേലൂയ. യേശു കമണ്ട് വീണു എന്ന് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഈ പാനപാത്രം എന്ന് പറയുന്നത് തന്റെ മുമ്പിൽ ക്രൂശുമരണം കണ്ടുകൊണ്ടാകണം. ഈ പാനപാത്രം എങ്കിൽ നീക്കണവർ തന്റെ മുമ്പിൽ ക്രൂശുമരണം കണ്ടുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പറയുന്നത് ക്രൂശിങ്കിലേക്ക് നടത്തപ്പെടുവാൻ ഇടയാകാതെ ഗത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ അവനെ കൊല്ലുമോ, സാത്താൻ അതിനുള്ള ചാത്തങ്ങൾ അവനെ ഒരുക്കുന്നുണ്ടോ എന്ന് ആ ഒരു ചിന്തയും വേദ പഠിതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ ഈ പ്രാർത്ഥന സമയത്ത് തന്റെ സമയമെടുത്തു, തന്റെ നാഴികയെടുത്തു, ഈ ലോകം വിട്ടു പോകേണ്ട സമയമായി തന്റെ മരണത്തോടടുത്ത നിമിഷങ്ങളിൽ യേശു വളരെ വേദനയോടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോഴാണ് ശിഷ്യന്മാര് ഉറക്കമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞ തക്കത്ത് നമ്മൾ ഉപയോഗിക്കണം. ഉറങ്ങുവാനുള്ള സമയം ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഇന്നത്തെ സഭായോഗങ്ങൾ ശുശ്രൂഷ നോക്കിയാൽ രാമകലില്ലാതെ ടിവിയുടെ മുമ്പിൽ നിന്ന് സിനിമ കാണുന്നതിന്, സീരിയൽ കാണുന്ന, റിയാലിറ്റി ഷോ, കോമഡി കാണുന്നതിന് ഒരു ഉറക്കവും വരത്തില്ല. ഭയങ്കരമായിട്ട് കമന്റ് പറയുകയും കൈയടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മൊബൈലിന് മുമ്പിൽ എത്ര നേരം ഇരുന്ന് അതിനകത്ത് രസകരമായ കാര്യങ്ങളൊക്കെ കണ്ട് പലരും മൊബൈലിന് മുമ്പിൽ നിന്ന് ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനൊന്നും ഒരു കുഴപ്പമില്ല, എന്നും ഉറക്കം വരത്തില്ല. എന്ന സഭയിലേക്ക് വന്ന് സഭയ്ക്കകത്ത് പ്രാർത്ഥന തുടങ്ങി, ആരാധന തുടങ്ങി, ദൈവ ശുശ്രൂഷയൊക്കെ തുടങ്ങുമ്പോഴത്തേനും സഭയ്ക്കകത്തിരുന്ന് ഭയങ്കര ഉറക്കമാണ്. ശിഷ്യന്മാർ ഉറങ്ങിയത് ഭയങ്കര ഉറക്കമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ സഭയ്ക്കകത്ത് വചനം കേൾക്കുമ്പോൾ ഒന്ന് സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാനോ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാനോ ഒന്നും തയ്യാറാകത്തില്ല. എന്നാൽ ടിവിയുടെ മുമ്പിൽ ഇത് കൈയൊട്ടി, മൊബൈലിൽ കൈയൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആരാധനയ്ക്ക് ഒരു ഉറങ്ങുന്ന പതിവ് ഇന്നും ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നു. യേശുക്രിസ്തു മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ 12 പേരുണ്ട്. ആ 12 പേരിൽ ഉൾപ്പെട്ടവനല്ല പൗലോസ്. പൗലോസിനെ പിന്നീട് ദൈവം തെരഞ്ഞെടുത്തതാണ്. ദമസ്കോസ് പടിക്കൽ വെച്ച് പ്രത്യേക ദൈവിക സന്ദർശനം കൊടുത്ത് കർത്താവിന്റെ പ്രത്യേക കാര്യ നിർവഹണത്തിനായി തെരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനാണ് പൗലോസ്. ആ 12 പേർക്ക് കിട്ടാത്തൊരു വെളിപ്പാടാണ് പൗലോസിനെ കിട്ടിയെന്ന് പറയുന്നത്. പൗലോസിന് കിട്ടിയ വെളിപ്പാടിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാണ്ട്, ഉറങ്ങുന്നവനെ ഉണർന്നും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്നെഴുതിയിരിക്കുന്നു. അപ്പം ശിഷ്യന്മാരുടെ ഉറക്കത്തെക്കുറിച്ചും
ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലേക്കുള്ള നടത്തിപ്പും യേശുവിന്റെ ക്രൂശുമരണവും ഒക്കെ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലനല്ല പൗലോസെങ്കിലും, വ്യക്തിയല്ല പൗലോസെങ്കിലും, പൗലോസ് അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചു, ആഴമായി ഗ്രഹിച്ചു. അതുകൊണ്ടാണ് പൗലോസിനെ വീടുറ്റി 14 ലേഖനം എഴുതിച്ചതും പൗലോസിൽ കൂടെ പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചുകൊണ്ട് എഴുന്നേൽക്കാം. ഇന്നും കർത്താവിന് നമ്മോട് പറയുള്ളതാണ്, ഉറങ്ങുന്നവരുടെ കർത്താവ് ഉണർന്ന് മരിച്ചിടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിനെ പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വാക്യത്തിന്റെ ഉദ്ധരണിയായി മാത്രം ഇതിനെ ഉദ്ധരിക്കുന്നില്ല. ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്ക് ഒരു ദൂതാണ്. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, കാലം ഇനി അധികമില്ല, ദിവസങ്ങൾ ഇനി അധികമില്ല. കർത്താവിന്റെ വരവ് ഏത് സമയവും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. ഒന്നുകിൽ നമ്മുടെ മരണം സംഭവിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടത്തോളം കാലം നാം ഉറങ്ങി നമ്മളെ സമയത്ത് ചെലവഴിക്കാതെ സ്തോത്രം ഉണർന്ന് മരിച്ചിട്ട് എഴുന്നേക്കണം. അല്ലേ? സദാസമയം ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായ വാസസ്ഥല സ്വർഗീയ പ്രദേശം ഞാൻ നിങ്ങൾ എത്തുവാൻ നമ്മൾ വളരെ ആഗ്രഹമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റും. അല്ലേ? സഭയിൽ ഞാൻ പോയാൽ, മീറ്റിങ്ങിന് പോയാൽ ഞാൻ ഉറങ്ങുകയില്ല. ഞാൻ മൊബൈലിന്റെ മുമ്പിലും ടിവിയുടെ മുമ്പിൽ അതിന് കമ്മിറ്റി പറഞ്ഞ് അതിന്റെ മുമ്പിൽ പൊട്ടിച്ചിരിക്കുന്ന പോലെ, തട്ടഹസിക്കുന്ന പോലെ ഞാൻ സഭയിൽ ചെന്ന് പ്രാർത്ഥന നടക്കും, ശുശ്രൂഷ നടക്കും, ആരാധന നടക്കുമ്പോൾ ഞാൻ ദൈവത്തിനെ നന്നായി പാടി ആരാധിക്കും. ദൈവത്തിന്റെ ദാസന്മാർ ദൈവിക സന്ദേശം നമുക്ക് നൽകി തരുമ്പോൾ എന്റെ ആദരങ്ങൾ തുറന്ന് ഞാൻ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കും എന്ന് പറയുന്ന ഒരു ദൃഢ നിശ്ചയത്തിലേക്ക് നീ വന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഉറങ്ങുവാൻ വേണ്ടിയിട്ടാണ് പലരും സഭയിൽ വരുന്നത്. അല്ലേ? ചിലർക്ക് സഭയിൽ നിന്ന് കൂർക്കം വലിച്ചുറങ്ങാറുണ്ട്. ഭയങ്കര ശുശ്രൂഷ നടക്കും, കൂർക്കം വലിച്ചുറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? മറ്റുള്ളവർക്ക് പോലും, അടുത്തിരിക്കുന്നവർക്ക് പോലും അസ്വസ്ഥമാക്കും. ഇടയ്ക്ക് ഈ കൂർക്കം വലിച്ചൊന്ന് ഉറങ്ങും. ആരെങ്കിലും അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി അങ്ങോട്ട് പിശാച് ബാധിച്ചവരെ പോലെ പെട്ടെന്ന് ഞെട്ടി ഉണരുകയും ചെയ്യും. അല്ലേ? അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പൗലോസ് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചിട്ട് നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനമുരുകി പ്രാർത്ഥിച്ചു. ഭൂമിയിൽ പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, ശാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, സമാധാനമില്ലാതെ നിത്യ നരകത്തിന് ന്യായവിധിക്ക് യോഗ്യരായി കിടക്കുന്ന ജനത്തെ അവരുടെ പാപങ്ങൾ വിടിവിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പാപത്തിന് മോചനം കൊടുക്കുവാൻ വേണ്ടി പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും തനിക്കിവിടെ ഒരു മരണത്തെ നേരിടേണ്ടതുണ്ട്, തന്റെ മരണം കൊണ്ട് സകല ജനത്തെ നിത്യതയിൽ എത്തിക്കാൻ കഴിയുന്നുള്ള ദൃഢ വിശ്വാസം പിതാവിൽ ഏറ്റെടുത്ത ദൗത്യം, പിതാവിനുള്ള വിശ്വസ്ത പുലർത്താൻ വേണ്ടി യേശു തന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെ താൻ മനമുരുകി പ്രാർത്ഥിച്ചു എന്നുള്ള ഗെത്സമനെ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചും ലൂക്കോസ് വിശേഷം കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് ഈ കാണുന്ന ലോകം മുഴുവൻ, ദൃശ്യമായ ലോകം മുഴുവൻ പാപത്തിന് അധീനമായ ജീവിത സാഹചര്യത്തിലൂടെ ജനം കടന്നു പോവുകയാണ്. ലോകം മുഴുവൻ പാപത്തിലാണ്, ശാപത്തിലാണ്, ബന്ധനങ്ങളിലാണ്. മനുഷ്യ മനസ്സുകളിൽ സമാധാനമില്ലാതെ, മനുഷ്യ ഹൃദയങ്ങൾക്കകത്തൊരു ആശ്വാസമില്ലാതെ നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് സമയത്തും ആക്രമണങ്ങൾ ഉണ്ടാകാം, ഏത് സമയത്തും പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ഏത് സമയത്തും രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കാൻ യുദ്ധങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ. അത്രമാത്രം പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നാം എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. രാജ്യങ്ങൾ തമ്മിൽ കലഹിച്ച് യുദ്ധങ്ങൾ നോക്കി എന്തെല്ലാം നമ്മൾ ചിന്തിച്ച് ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഞെട്ടലാണ്. ഒരു സമാധാനിപ്പാൻ ഇവർക്ക് കഴിയില്ല. എന്നെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സമയം നിങ്ങൾ കർത്താവിനോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണെന്ന് കർത്താവിനറിയാം. നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണെന്ന് അറിയാം. ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ തന്നെ കർത്താവിന്റെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. ശരീരത്തിൽ ബലഹീനതകളും വ്യാധികളും രോഗങ്ങളും ബാധിച്ചാൽ അവയെല്ലാം സൗഖ്യമാക്കി ആരോഗ്യം കൽപ്പിച്ചരുളുവാൻ വേണ്ടി കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരം ബലഹീനതയുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വ്യാധികളും രോഗങ്ങൾക്ക് പറയപ്പെട്ടതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ അതിജീവിപ്പാൻ അവന്റെ അടിപ്പിണരുകളാണുള്ള സൗഖ്യം നമുക്ക് ദൈവം തരുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആ ദൈവത്തിലേക്ക് വന്ന് ചേർന്നിരിക്കണം. കർത്താവ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ 24 മണിക്കൂർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ. നൽകിയിരിക്കുന്ന 24 മണിക്കൂർ 8 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണം. 8 മണിക്കൂർ നിങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ ചെലവഴിക്കണം. 8 മണിക്കൂർ നിങ്ങൾ വിശ്രമിക്കണം, ഉറങ്ങണം എന്നുള്ളതാണ്.
അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂർ ദൈവം നമുക്ക് തരുന്നത്. എന്നാൽ ചിലപ്പോൾ ഒക്കെ പലരും ജോലി ജോലി എന്ന് പറഞ്ഞ് രാവും പകലും ഇല്ലാതെ കിടന്ന് ജോലി ചെയ്യുന്നവർ കാണുന്നുണ്ട്. ശരീരത്തെ ആവശ്യമായി വിശ്രമം കൊടുക്കാതെ രാവും പകലും കിടന്ന് ജോലി ചെയ്യുന്നവർ, അങ്ങനെ ജോലി ചെയ്തിട്ട് അവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഉറക്കത്തോട് ഉറക്കമായിരിക്കും. അന്നത്തെ പഴയ കാലഘട്ടം കേട്ടോ, ഇപ്പോഴും അങ്ങനെ ജോലി കണ്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഉറങ്ങുന്നതിന്റെ കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് വിശ്വാസികൾ ഉറങ്ങാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഉറങ്ങാൻ കാരണം ഈ മൊബൈലാണ്. രാത്രി മുഴുവൻ കിടന്ന് ഈ മൊബൈൽ നോക്കുക, രാത്രി മുഴുവൻ കിടന്ന് ഈ മൊബൈൽ നോക്കി വെളുപ്പാൻ കാലത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. ഒന്ന് കണ്ണടച്ച് നേരം വിളിക്കും, പിറ്റേ ദിവസം സഭായോഗത്തിന് പോകേണ്ടതാ. വീട്ടിലുള്ള തല്ലിക്കൊട്ടി വിളിച്ചടിപ്പിച്ച് പെട്ടെന്ന് സഭായോഗത്തിനും പിന്നെ സഭയ്ക്കകത്ത് വന്നിരുന്നേച്ച് ഉറക്കത്തോടെ ഉറക്കമാണ്. കർത്താവ് ന്യായം വിധിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ന്യായവിധിയിൽ വരുമെന്നുള്ള നിശ്ചയ ഉറപ്പാണ്. 2 Corinthians 5:11 വായിച്ചു നോക്കണം. അവനവൻ ശരീരത്തിലേക്ക് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായശാസ്ത്രത്തിൽ നിൽക്കേണ്ടി വരുമെന്ന് കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട, കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തി ദൈവസഭയ്ക്ക് 714 ലേഖനം എഴുതിയെത്തുന്ന അനവധി ദൈവസഭ സ്ഥാപിച്ച് അനേകരെ രക്ഷയിലേക്ക് നടത്തിയ കർത്താവിന് വേണ്ടി ഒരുപാട് കഷ്ട സഹിച്ച പൗലോസാ പറഞ്ഞത്, അവനവൻ ശരീരത്തിലേക്കുമ്പോൾ നാം ചെയ്തത് പൗലോസ് അടക്കം ചെയ്തതിന് തക്ക പ്രതിഫലം പ്രാപിക്കാൻ ദൈവത്തെ ന്യായാസനത്തിൽ മുമ്പാൻ നിൽക്കുന്നു. അപ്പൊ നമുക്കൊക്കെ ഒഴിവുണ്ടോ? നമുക്കൊന്നും ഒഴിവില്ല. അവിടെ ലഭിച്ച സമയം അല്ലയ്യ, ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നീ ഉറങ്ങി മയങ്ങി പോകാതെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കണം. ക്രിസ്തുവിന്റെ മേൽ സദാസമയം പ്രകാശിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് നീ ആകാംക്ഷയോടെ കാത്തിരിക്കണം. നിനക്ക് തന്ന സമയത്തെ നീ ഒരിക്കലും അത് നാം നഷ്ടപ്പെടുത്തി കളയരുത്. പ്രേക്ഷകർ, നമുക്ക് സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലേലൂയ. കർത്താവ് നമുക്ക് വിശ്രമം തരുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ടെങ്കിലും യേശു കടന്നു പോകുന്ന വഴിയെല്ലാം ശിഷ്യന്മാരും കൂടെ നടക്കുന്നതുകൊണ്ട് പലപ്പോഴും യേശുവിന്റെ ശുശ്രൂഷ ഭാഗമായി മാറുന്നത് കൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ കണ്ണുകൾക്ക് ഉറക്കമേറി എന്നുള്ളതാണ്. അങ്ങനെയാണ് യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാർ ഒരു നിമിഷം ഉണർന്നിന്ന് പ്രാർത്ഥിക്കാതെ അവരുടെ കണ്ണുകൾക്ക് ഉറക്കം വന്നു അവർ ഉറങ്ങുന്നത്. അപ്പോഴാണ് യേശു ശിഷ്യന്മാരുടെ ഇരിക്കൽ വന്നിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ, എൻ്റെ നാഴിക വന്നിരിക്കും. പ്രിയരെ, ഇതുപോലെയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ട് നമ്മുടെ നാഴിക എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. കർത്താവിന്റെ നാഴിക വന്നു എന്ന് പറഞ്ഞവരെ, നമ്മുടെ ഈ സമയത്തിന്റെ അവസാനം ഏതാന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ എത്ര നിമിഷം ഇനിയുണ്ട്, ഇനി നമ്മളുടെ എത്ര മണിക്കൂർ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലേലിയ. ഞാനങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ കർത്താവ് എല്ലാ ദിവസവും പറയും, കർത്താവ് ഇനി ഞാനിവിടെ എത്ര മണിക്കൂർ കാണും, എത്ര നിമിഷങ്ങൾ കാണും, എത്ര ദിവസങ്ങൾ കാണും, എത്ര ആഴ്ചകൾ കാണും, എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ കാണും എന്ന് കർത്താവ് എനിക്കറിയില്ലല്ലോ, അങ്ങേക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് സമയത്ത് തക്കത്തിൽ ഉപയോഗിപ്പാൻ കൃപ നൽകണമെന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ. എൻ്റെ ഏരിയ. കാരണം എപ്പോഴും നമ്മളീ ലോകം മാറ്റപ്പെടാം, നമ്മുടെ നാഴിക വരാം. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിതേ, നിങ്ങൾ ഉണർന്നെന്ന് പ്രാർത്ഥിക്കണം. അല്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നെന്ന് പ്രാർത്ഥിപ്പിൻ. അല്ലേ? ആത്മാവ് ഒരുക്കമുള്ള ജഡമോ ബലഹീനം എത്രയെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, പരിശോധനകൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും, നമ്മെ തലകീഴായി വീഴ്ത്തത്തക്ക നിലയിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരാം. എൻ്റെ ഏരിയ. അതിനെയൊക്കെ നമുക്ക് ജയിക്കാൻ പ്രാർത്ഥനയെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയതാണ്. ലോകത്തിൽ ഒരുപാട് അല്ലെങ്കിൽ മൂർച്ചയേറിയ ആയുധങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഈ കണ്ണാടികൾ മുറിക്കുന്ന ചില്ലുകളൊക്കെ മുറിക്കുന്നത് അതെന്തോ വജ്രായുധം കണ്ടാണല്ലോ മുറിക്കുന്നത്. അല്ലേലിയ. അങ്ങനെയൊക്കെ പണ്ട് കേട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചില്ല. എന്തോ വജ്രായുധമാണ് അവരുടെ ഈ സൂചിതൊക്കെ മുറിക്കുന്നത്, അത് വരച്ച് മുറിക്കുന്നത്. കാരണം കട്ടിയേറിയ വളരെ എമ്മം കൂടിയ ചില്ലുകളൊക്കെ അതുകൊണ്ട് മുറിക്കണമെങ്കിൽ ആ ആയുധത്തിന്റെ മൂർച്ച എന്നുള്ള കണക്കൂട്ട് വയ്ക്കുകയും. അല്ലേലിയ. അങ്ങനെ ഭൂമിയിൽ ചില്ലുകളും പാറകളും ഒക്കെ കീറി മുറിക്കുന്ന ആയുധങ്ങൾ, മൂർച്ചയേറിയ ആയുധങ്ങൾ, വജ്രായുധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ മൂർച്ചയേറിയതാണെന്ന് പറയുക നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തിന്റെ മൂർച്ച പോലെ മൂർച്ചയുള്ള ഒരായുധങ്ങൾ ഈ ഭൂമിയിലില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തെ തന്നെ തിരുത്തുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമാധാനം കൊണ്ടെത്തുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സാത്താന്റെ മുട്ടുകുറയ്ക്കുന്നതാണ്.
അല്ലേരിയ. സാത്താന്റെ മുമ്പിൽ ഒരു വജ്രായുധം കൊണ്ട് കാണിച്ചാലും ഇരുവായുധത്തിലുള്ള കത്തി കൊണ്ട് കാണിച്ചാലും ഒരു വലിയ കൊടുവാള് വടിവാള് കൊണ്ട് സാത്താന്റെ മുമ്പിൽ കാണിച്ചാൽ സാത്താൻ ഭയപ്പെടുന്നില്ല. അവൻ പറയും, ഇതൊക്കെ എൻ്റെ അണികളുടെയും എൻ്റെ ശിഷ്യന്മാരുടെ ആയുധങ്ങളാണ്, അതുകൊണ്ട് ഞാൻ അനേക രക്തം ചൊരിയിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ എൻ്റെ ആയുധങ്ങളാണെന്ന് സാത്താൻ പറയും. നമ്മൾ മുമ്പിൽ ആയുധം കൊണ്ട് സാത്താനെ കാണിക്കാമെങ്കിൽ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ആയുധം, പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവം നിനക്കുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ സാത്താൻ മുട്ടുകിടക്കും. അതിനേക്കാൾ വലിയൊരു മൂർച്ചയുള്ള ആയുധം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതിനെ പിശാച് തൊടാത്തത്. അല്ലേ? പ്രാർത്ഥിക്കുന്നതിനെ പിശാച് തൊടത്തില്ല. പ്രാർത്ഥിക്കുന്നതിന്റെ 7 അയലകത്ത് പോലും പിശാച് വരത്തില്ല. കാരണം അവനെ പേടിയാണ്. കാരണം അവൻ പ്രാർത്ഥിക്കുന്നതിന്റെ അരികിലേക്ക് ഒരു പിശാച് കേൾക്കുന്ന ഹല്ലേലൂയ സ്തുതികളും സ്തോത്രങ്ങളും ആമേനും ഗ്ലോറിയും, അതുപോലെ യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് തന്നെ പിശാചിന് പേടിയാണ്. കാരണം യേശുവിന്റെ രക്തം എന്ന് പറയുന്നത്, യേശുവിന്റെ രക്തം ജീവനുള്ള രക്തമാണ്. ഭൂമിയിലുള്ള സകല രക്തങ്ങളും നാറ്റമുള്ള രക്തമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ രക്തമായിരുന്നാൽ മനുഷ്യൻ മരിച്ചു ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ മനുഷ്യന്റെ രക്തത്തിന് നാറ്റം വരും. മാത്രമേ മൃഗങ്ങളെ അറുത്തു കഴിഞ്ഞാൽ മൃഗത്തിന്റെ രക്തം കുറച്ചു കഴിയുമ്പോൾ അതിനും ദുർഗന്ധം ഉണ്ടാകും. അതുപോലെ പക്ഷി പറമ്പിൽ അങ്ങനെ ഭൂമിയിലെ സകല രക്തവും ദുർഗന്ധം വമിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയും ദുർഗന്ധം വമിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം സൗരഭ്യമാണ്. അത് ആരോഗ്യത്തിന് കൊള്ളാം, അത് ഔഷധമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാണ്. നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകി കളയുന്നതാണ്. യോഹന്നാന്റെ ലേഖനം 1-7 വാക്യം, തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ രക്തം എല്ലാ കാലഘട്ടവും ജീവിക്കുന്ന ജീവനുള്ള രക്തമാണ്. ആ ജീവനുള്ള രക്തത്തെ കുറിച്ച് സാത്താന് കേൾക്കുമ്പോൾ തന്നെ വിറയലാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച നീ സഭയിൽ ഉറങ്ങത്തില്ല. വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവരെല്ലാവരും ഉറങ്ങും. വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവരും ഈ സാത്താന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരെല്ലാം സഭയ്ക്കകത്ത് വന്നാൽ ഒരു കുഴപ്പമില്ല, ഉറങ്ങി ആശ്വസിച്ചോളാം കർത്താവ് പറയുക. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സ്തുതിഗീതങ്ങളാൽ, ആത്മീയഗീതങ്ങളാൽ, സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ പാടി സ്തുതിച്ചും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനവധി ആളുകൾ സഭയുണ്ട്. പ്രൈസറോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാതിരിക്കുക, നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് യേശു പറഞ്ഞ പോലെ ഇനിയും ഉറങ്ങി ആശ്വസിച്ചുകൊള്ളു, എന്റെ സമയം എടുത്തിരിക്കുന്നു, എന്റെ നാഴിക വന്നു എന്ന് യേശു പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ സമയത്തെ നീ ഉപയോഗിക്കണം കേട്ടോ, തക്കത്തിൽ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് കർത്താവ് ചിന്തിക്കുന്നുണ്ട്. കൃത്യസമയത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നുണ്ട്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കർത്താവ് നോക്കുന്നുണ്ട്. കൃത്യസമയത്ത് നമുക്ക് ഹല്ലേലൂയ ആഹാരം കിട്ടുന്നുണ്ടോ എന്നൊക്കെ കർത്താവ് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് മതത്തിന്റെ ആഹാരം കൊടുക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെ ഒരേപോലെ കാണുന്നവൻ യേശുവാണ്. അവയെല്ലാം പോറ്റി പുലർത്തുന്ന യേശുവാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഉറങ്ങുവാനുള്ള സമയമല്ലിത്. നിനക്ക് ഉറങ്ങുവാൻ സമയം തന്നിട്ട് ആ സമയം നീ ഉറങ്ങിക്കോണം. അല്ലാത്ത സമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നോക്കുവിൻ, യേശുക്രിസ്തു സ്നേഹപൂർവ്വം തന്റെ ശിഷ്യന്മാരെ നോക്കി ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളു എന്ന് പറയുന്നു. വിശ്രമിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു പുത്തൻ ഉണർവോടെ എഴുന്നേറ്റ് വരാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ രാത്രിയിൽ ആ 8 മണിക്കൂർ കർത്താവ് തന്നിരിക്കുന്നത് നമ്മൾ ശരിയായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ അതിരാവിലെ പുതുപുത്തൻ ഉണർവോടെ എഴുന്നേറ്റ് വരാൻ പറ്റും. ഹല്ലേലൂയ. പുതുപുത്തൻ ഉണർവോടെ എഴുന്നേൽക്കണമെങ്കിൽ നിന്റെ സമയത്ത്, നിനക്ക് തന്ന സമയത്ത് നിന്റെ ശരീരത്തിന് ആവശ്യമായ സ്വസ്ഥതയും വിശ്രമം നീ കൊടുക്കണം. ചിലരേക്ക് രാവിലെ ഒന്ന് വിളിച്ചുണർത്താൻ ഭയങ്കര പാടാണ്. എത്ര വിളിച്ചാലും വിളിയേക്കത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും മൂളി ഞരങ്ങിയൊക്കെ കിടക്കുക, ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുക. ഒന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ എന്തെല്ലാം പടാപ്പാടാണ് വീട്ടുകാർ പെടുന്നതല്ലേ. എന്തുകൊണ്ടാണ്? സമയത്ത് നീ കിടന്നുറങ്ങിയില്ല, നിന്റെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുത്തില്ല, നിന്റെ കൺപോളകൾക്ക് ആവശ്യമായ വിശ്രമം നീ കൊടുത്തില്ല. നീ രാത്രികാലങ്ങളിൽ കച്ചറകൾ കണ്ടു കിടന്നു. പിശാചിന്റെ ഇഷ്ടത്തിൽ നീ ജീവിച്ചു. വെളുപ്പാങ്കാലത്ത് നിനക്ക് പുത്തൻ ഉണർവോടെ എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, അതിരാവിലെ പുതുപുത്തൻ ഉണർവോടെ എഴുന്നേറ്റ് വന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. പുതുപുത്തൻ ഉണർവോടും അത്യുത്സാഹത്തോടും നിങ്ങളുടെ കടമകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് വരണം.
ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ വചനം അതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. നമ്മൾ ഈ സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നത്, സങ്കീർത്തനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. കണ്ടോ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മെ താങ്ങുന്നവൻ ആരാണ്? നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മെ താങ്ങുന്ന യേശുവാണ്. നമ്മെ ഉറങ്ങുമ്പോൾ നമ്മെ പരിപാലിക്കുന്ന യേശുവാണ്. അവൻ നമ്മെ, അതുകൊണ്ട് നമുക്ക് അതുപോലെ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. ലേലിയ. എന്താണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെ പറയാൻ കാരണം? ദുഃഖകരമായ ഉറക്കത്തെക്കുറിച്ചും സന്തോഷകരമായ ഉറക്കത്തെക്കുറിച്ചും ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ദുഃഖകരമായ ഉറക്കമുണ്ട്, സന്തോഷകരമായ ഉറക്കമുണ്ട്. അങ്ങനെ ദുഃഖകരമായ ഉറക്കത്തെക്കുറിച്ചും സന്തോഷകരമായ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതിനെ കുറിച്ചും ദൈവത്തിന്റെ കരുതലും താങ്ങും ഉണ്ടായത് കൊണ്ടാണെന്നാണ് സംഗീതക്കാരൻ പറയുന്നത്. അങ്ങനെ പറയും, എനിക്ക് ദുഃഖത്തിന്റെ സമയമുണ്ടായിരുന്നു, സന്തോഷ സമയമുണ്ടായിരുന്നു, ദുഃഖത്തിന്റെ ഉറക്കമുണ്ടായിരുന്നു, സന്തോഷ ഉറക്കമുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ദൈവം എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാൻ കാരണമായതെന്ന് സംഗീതക്കാരൻ പറയുക. ശത്രുക്കളുടെ ആക്രമണത്തിൽ കീഴടങ്ങി പലപ്പോഴും പലരും ക്ഷീണിതരായി മാറാറുണ്ട്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരെ, ഇതിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് പറഞ്ഞ സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം കാണും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനത്തോടെ കിടന്നുറങ്ങാനെങ്കിൽ ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ തന്നെ വരണം. അപ്പൊ ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അനുഭവകര സമാധാനത്തെ കാരാഗ്രഹത്തിൽ ഇടയ്ക്കപ്പെട്ട പത്രോസ്, ഹല്ലേലൂയ, അപ്പോസ്തലൻ 12 കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ചങ്ങലയാൽ ബന്ധിച്ചു. ഹല്ലേലൂയ. ചേവകര് പടയാളികൾ ചെയ്ത് കാവൽ നിൽക്കുക. അതിന്റെ നടുവിൽ സമാധാനത്തോടെ കിടന്നുറങ്ങിയെന്നാ പത്രോസ്. ഹല്ലേലൂയ. നോക്കി, കാരാഗ്രഹത്തിലാണെങ്കിൽ സമാധാനത്തെ ഉറങ്ങുവാൻ. ആ നേരം പെടുത്താൽ പത്രോസിന്റെ തല പോകും, പത്രോസിന് ജീവൻ പോകും, പത്രോസിന്റെ ജീവനെ അവർ എടുക്കും. പക്ഷെ അത് പത്രോസിന് അറിയാമെങ്കിലും ആ കാരാഗ്രഹത്തിൽ സമാധാനത്തോട് ഉറങ്ങുവാൻ പത്രോസിനെ അധികം അനുവദിച്ചെങ്കിൽ, ഇവിടെ എന്നെ കേൾക്കുന്ന സംഗീതക്കാരൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കൊടുക്കണം. നമ്മൾ കർത്താവിനെ കൊടുക്കണം. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ, ചണ്ടിക്കൂമ്പാരങ്ങൾ നിങ്ങളൊന്നും മാറി ദൈവസ്ഥ പ്രാർത്ഥിച്ചു നോക്കി, നിന്റെ കുടുംബത്തിന്റെ കഷ്ടതയൊക്കെ ദൈവം മാറ്റിത്തരും. നിന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറാത്തത്, സങ്കടം മാറാത്തത്, വേദന മാറാത്തത്, നിനക്ക് ഉയർച്ചയില്ലാത്ത, നന്മയില്ലാത്ത നിന്റെ ഉറക്കമാകട്ടോ. ഹല്ലേലൂയ. സഹോദരൻ, നിങ്ങൾ പ്രഭാതത്തിൽ പുതുപുത്തൻ ഉണർവോടും അത്യുത്സാഹത്തോടും കൂടി ദൈവസ്ഥയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്നത്തെ ദിവസം നിങ്ങൾ കടന്നു പോകുന്ന ജോലി മേഖലയെക്കുറിച്ച്, അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടിയ കൃത്യ നിർവഹണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങളുടെ ടൈം ടേബിൾ, ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഓരോ മിനിറ്റുകൾ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ പ്രമാദത്തിൽ പുതുപുത്തൻ ഉണർവോടെ എഴുന്നേറ്റ് ദൈവം മുമ്പാകെ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. ആ ദൈവശബ്ദം നമ്മുടെ ഹൃദയത്തിനകത്ത് കേൾക്കുവാൻ കഴിയണം. അവിടെയാണ് നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, നമ്മുടെ ശരീരം ബലഹീനമാണ്, നമ്മുടെ ശരീരം ബലഹീനമാണ്. എല്ലാവരുടെയും ശരീരം ബലഹീനമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കുമ്പോൾ സ്തോത്രം, ഫിലിപ്പ് ലേഖനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ശരീരം താഴ്ചയുള്ളതാണ്, നമ്മുടെ ശരീരം ബലഹീനമാണ്. അല്ലെങ്കിൽ അപ്പം ബലഹീനമായ താഴ്ചയുള്ള ശരീരത്തെ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ 10,000ങ്ങളിൽ സുന്ദരനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് 10,000ങ്ങളിൽ സുന്ദരനാണ്, വെണ്മയും ചുവപ്പുള്ളവനാണ്. ഉത്തമഗീതം 5:10 വായിച്ചത് കാണാൻ കഴിയും. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ള 10,000ങ്ങൾ, അത് ശ്രേഷ്ഠൻ. അത് വെണ്മയും ചുവപ്പുള്ള 10,000ങ്ങൾ, അത് ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീർന്നുവെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കർത്താവ് നമുക്ക് വേണ്ടി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി തീർന്നു. തന്റെ പഴയ മഹത്വത്തിലേക്ക് തിരികെ പ്രവേശിച്ചു. സ്വർഗീയ തേജസ്സിനാൽ പ്രിയപ്പെട്ടു. യോഹന്നാൻ പത്മോസ് ദ്വീപിലോസ് യേശുവിനെ കണ്ടതുപോലെ നമ്മുടെ താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുമെന്ന്.
അപ്പം 10,000 സുന്ദരൻ വെണ്മയും ചുമപ്പുള്ളവൻ അവൻ ഗെത്സമനയിൽ കാൽവറിയിൽ കണ്ടാൽ ആളല്ലേ നിർത്തുന്നുമാറ്. അവന്റെ ശരീരം അല്ലെങ്കിൽ അവന്റെ കൈകാലുകൾ കാരിരുമ്പാണി തറയിൽപ്പെട്ടു. അവന്റെ ശരീരം ഒഴിവുചാല് പോലെ കീറി, രക്തം ധാരധാരെ ഒഴുകി, തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. ഹല്ലേലൂയ. പടയാളികൾ മാറി മാറി അവനെ അടിച്ചു. ഹല്ലേലൂയ. കണ്ടാൽ ഒരു മാംസപിണ്ഡമായി നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ക്രൂശിൽ കിടക്കുക. എന്നാൽ പിന്നത്തേതിൽ നമ്മുടെ കർത്താവ് പിതാവിന്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെട്ട് താൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ഈ ശരീരം താഴ്ചയുള്ളതാണ്. നമ്മുടെ ഈ ശരീരം ബലഹീനമാണ്. അതുകൊണ്ട് ഈ ബലഹീനമായ താഴ്ചയുള്ള ശരീരത്തെ കർത്താവ് തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ അതിന് കഴിയണമെങ്കിൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലേലി. അതാണ് ഫിലിപ്പ് ലേഖനം 3:21 വായിക്കുന്നത്. റോമാലേഖനം 8 അല്ലെങ്കിൽ സ്തോത്രം 11 വായിച്ചാൽ നമ്മുടെ ശരീരം മർത്തി ശരീരം എന്നാണ് പറയുന്നത്. റോമാലേഖനം 8:11 വായിച്ചാൽ നമ്മുടെ ശരീരം മർത്തി ശരീരം. അതേക്കുറിച്ച് ഞാൻ വാക്യം വായിക്കാം. റോമാലേഖനം 8:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരം മർത്യമായ ശരീരം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന ശരീരമായത്, ബലഹീനമാകുന്നതാണ്. ഹല്ലേലൂയ. ബലമില്ലാത്തതായി മാറുന്നതാണ്, കൃമിക്കിരയായതാണ് ഈ ശരീരം. അല്ലെങ്കിൽ സ്തോത്രം ക്രിസ്തുവിന്റെ ശരീരത്തോട്, തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവമായി മാറ്റുവാൻ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരണം. അപ്പൊ നമ്മുടെ താഴ്ചയുള്ള ശരീരം, ഈ മർത്യമായ ശരീരം, ഈ ദ്രവിക്കുന്ന ശരീരം, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഈ ക്ഷയമുള്ള ശരീരം, നമ്മുടെ ശരീരം ക്ഷയമുള്ളതാണ്, നമ്മുടെ ശരീരം താഴ്ചയുള്ളതാണ്, നമ്മുടെ ശരീരം ബലഹീനമാണ്. സ്തോത്രം, നമ്മുടെ ശരീരം മർത്യമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതകളെ മനസ്സിലാക്കിയിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളി. അല്ലെ, ഇനി നമുക്ക് സ്ഥിരമായിട്ടൊരു ഉറക്കം ദൈവം തരാൻ പോവുകയാണ്. സ്ഥിരമായൊരു ഉറക്കം ദൈവം നമുക്ക് തരുന്ന നാഴിക ഏതെന്നറിയായിക്കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിനക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് നിത്യത്തിൽ എങ്ങനെ ചെല്ലുവാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വിശ്വാസമില്ല, പ്രത്യാശയില്ല. ലോകം പോകുന്നത് പോലെ നീ പോയാൽ, ലോകം നടക്കുന്ന പോലെ നടന്നാൽ നിനക്ക് നിത്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? ഇന്ന് മകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ മർത്യമായ ശരീരത്തെ അമർത്യമായ ശരീരത്തോട് രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരത്തോട് ദൈവം രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ക്ഷയമുള്ള ശരീരത്തെ അക്ഷയമായ ശരീരത്തോടുകൂടി നിങ്ങളെ ഉയർപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ അന്ത്യത്തോളം നിൽക്കണം. യേശു വരാൻ സമയമായി. യേശു വരെ സമയം, തന്റെ സഭയെ ചേർക്കാൻ സമയമായി. അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വർദ്ധിച്ച് നിത്യതയിൽ നാം വിശ്രമിക്കേണ്ട കാലഘട്ടം അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം പോകുന്നതോറും ഇവിടെ ആയുസ് കൂടുകയാണ്, നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അല്ലേ, നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോറും അല്ലെങ്കിൽ നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നു. നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നു പലരും പറയാറ് കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്ന നമ്മുടെ ആയുസിന്റെ ദിവസങ്ങൾ കുറയുന്നു, നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോളം ദിവസങ്ങൾ കടക്കുന്തോറും നമ്മൾ മരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പോൾ അത് സംഭവിക്കുമെന്ന് നിനക്ക് തിരിച്ചറിയിക്കൊണ്ട് ഉറങ്ങുന്നവരെ മരിച്ചവരിടയിൽ നിന്ന് ഉണർന്നിരിക്കുവിൻ. അല്ലെങ്കിൽ എങ്കിലേ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഉറക്കം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ സമയത്ത് നീ ഉറങ്ങുന്നെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് മഹത്വമുള്ള ശരീരത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടാൻ കഴിയും. നമുക്ക് രൂപാന്തരമൊക്കെ പ്രാപിക്കാൻ നമ്മൾ ദൈവത്തിലേക്ക് വരണമെന്ന്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ശരീരത്തെ ഇരുപ്പ് കൊണ്ടോ മണ്ണുകൊണ്ടോ ഒന്നും അല്ല നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ ശരീരത്തെ ഇരുമ്പ് കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ മറ്റ് കൃത്രിമമായ ഒന്നുകൊണ്ടല്ല. നിലത്തെ പൊടി, ഹല്ലേലൂയ, നിലത്തെ പൊടി
ചിലൊക്കെ നമ്മൾ ഇച്ചിരി മണ്ണ് കൊണ്ടുള്ള ശരീരം എന്നൊക്കെ പറയാൻ മണ്ണ് കൊണ്ടൊക്കെ പലരും പറയുന്നത്. പക്ഷേ മണ്ണാണല്ലോ, പൊടി മണ്ണാണല്ലോ. നിരത്തെ പൊടിയിൽ നിന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചു. അല്ലേറിയ. അപ്പൊ കർത്താവ് നമ്മുടെ ശരീരത്തെ ഇരുമ്പ് കൊണ്ടല്ല മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അല്ലേറിയ. അപ്പൊ നമ്മുടെ ശരീരത്തെ അല്ലേറിയ ഇരുമ്പ് കൊണ്ടോ മറ്റെന്തെങ്കിലും ലോകം കൊണ്ടോ ആണ് നിർമ്മിച്ചിരുന്നെങ്കിൽ, സൃഷ്ടിച്ചിരുന്നെങ്കിൽ ആ ശരീരത്തിന് ബലഹീനത വരത്തില്ല. അല്ലേറിയ. ആ ശരീരം അല്ലെ ദുർബലമാകത്തില്ല. എന്നാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ശരീരം അല്ലേറിയ മണ്ണ് ഏത് സമയത്തും ബലഹീനമായി മാറാം. നമുക്കറിയാമല്ലോ, ആമി ഉറച്ച് കറ്റിപ്പായിട്ട് കിടക്കുന്ന മണ്ണിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ മണ്ണ് അരിപ്പ് വന്നപ്പോൾ മണ്ണിന്റെ ബലം കുറയും. മാത്രമല്ല, ആ മണ്ണ് എന്ന് പറയുന്നതിനെ അല്ലേറിയ എന്തെങ്കിലും വെച്ച് നമ്മൾ വെട്ടുവോ കിളക്കുകയോ ചെയ്ത് പെട്ടെന്ന് മണ്ണ് ഇളകി പൊടി പൊടിയായി മാറും. അല്ലേറിയ. അങ്ങനെ മണ്ണ് ബലഹീനമാണ്. ആ ബലഹീനമായ മണ്ണ് കൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആകിയ ചെറിയ വിപത്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെട്ടാൽ ശരീരത്തിലെ അസ്ഥികൾ തകർന്നു പോകുന്നു. അല്ലേറിയ. കർത്താവ് ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച ശരീരത്തിൽ അസ്ഥികൾ വെച്ചിട്ടുണ്ട്. ഇനി ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാണത്തില്ലേ, ഈ ആക്സിഡന്റ് പെട്ട് നമ്മുടെ വരുന്നവരുടെ ശരീരത്തിന്റെ അസ്ഥികൾ തവിടുപൊടിയെ നുറുങ്ങുന്നത് കാണത്തില്ലേ. അല്ലേറിയ. അത് ഇരുമ്പ് കൊണ്ടല്ല, ലോഹങ്ങൾ കൊണ്ടല്ല ദൈവം നമ്മെ നിർമ്മിച്ചത്. മണ്ണ് കൊണ്ട്, പൊടി കൊണ്ട് നിർമ്മിച്ച് ശരീരത്തിന് ബലഹീനത കൊണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഈ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടായിരുന്നാൽ മാത്രമേ കുടുംബത്തിന് ചെയ്യേണ്ട കടമകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുടുംബത്തിന് ചെയ്യേണ്ട കടമകൾ ചെയ്യുവാൻ കഴിയുള്ളൂ. കർത്താവിന് വീണ്ടും കടമകൾ ചെയ്യാൻ കഴിയുള്ളൂ. ഈ പല സ്ഥലത്ത് നമ്മൾ പെരുവഴിയിലൊക്കെ വന്നിക്കുമ്പോൾ കാണുന്നില്ല, ജനമൊക്കെ അങ്ങോട്ട് ഒറ്റയും വായൊക്കെ തുറന്ന് ഉറക്കത്തിന്റെ ക്ഷീണമേ വായിക്കോട്ടെന്നൊക്കെ പറയാം, അങ്ങോട്ട് വിളിക്കുന്നതാണ്. ഉറക്കമില്ലാത്ത രാത്രിയിൽ അല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശരീരത്തിന് ഉറക്കം കൊടുക്കണം, വിശ്രമം കൊടുക്കണം. യേശു തന്നെ അതാ നിങ്ങൾ ഇനി ഉറങ്ങി ആശ്വസിച്ചു. അല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾ 400 സംവത്സരത്തിൽ കാലം ഇസ്രായേലിൽ അടിമകളായി ജീവിച്ചപ്പോൾ അവിടെ ഫറവോന്റെ ഊഴിവിചാരന്മാർ വെറുതെ അവരെ കൊണ്ട് അടിമ വേല ചെയ്യിപ്പിച്ച് വിശ്രമമില്ലാതെ തുടർച്ചയെ അവർ വേല ചെയ്തതിനാൽ കർത്താവ് ഇസ്രായേലിയർക്ക് വിശ്രമം നൽകി. അല്ലേലൂയ. ഒരു പ്രമാണം നൽകി. അല്ലേലൂയ. ആഴ്ചയിൽ 6 ദിവസം നീ പണിയെടുത്ത് 7-ാം ദിവസം നീ വിശ്രമിക്കണമെന്ന്. അല്ലേലൂയ. മിസ്രൈമിലായിരുന്നപ്പോൾ ഇസ്രായേലിനൊക്കെ രാപകലില്ലാത്ത അടിമപ്പണിയായിരുന്നു. എന്നാൽ കർത്താവ് അവർക്ക് വിശ്രമം കൊടുത്തു കേട്ടോ. അത് എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടെന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത് അന്നൊരു വേല ചെയ്യരുതെന്ന് ലേവ്യ പുസ്തകം 23:3 കാണുന്നുണ്ട്. എന്താണെന്ന് പറയാം, 6 ദിവസം നീ വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടെന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്താണ്. അന്ന് നീ ഒരു വേലയും ചെയ്യരുത്. പക്ഷെ ഇന്ന് ഞായറാഴ്ച പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്ന് സഭായോഗത്തിലുള്ള ദിവസമാണ്. ഇവിടെ നമ്മൾ മത്തായിയുടെ വിഷയത്തിലേക്ക് വേണ്ടി വരികയാണ്. മത്തായിയുടെ വിഷയം വായിച്ചല്ലോ. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി ആശ്വസിക്കുന്നുവോ? അലുയ്യ. നാഴിക അടുത്തു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പി നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതേ യേശുവിന്റെ നാഴിക വന്നു. അല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഓരോ മീറ്റിങ്ങിന്റെയും അവസാന സമയമായിരിക്കും നമ്മുടെ. അല്ലേലൂയ. ഓരോ മീറ്റിങ്ങിന്റെ ഓരോ പ്രാർത്ഥനയുടെ അവസാന സമയമായിരിക്കും. അത് നമുക്ക് മുൻവിധിയോട് കൂടി തിരുത്താൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിന്റെ അവസാന പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നെങ്കിൽ നിന്റെ നാഴിക വന്നു എന്നുള്ള തിരിച്ചറിവോടെ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എങ്കിൽ ക്രിസ്തു പ്രകാശിക്കും. അത് ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു ഉപദേശമാണ്. അതുകൊണ്ട് പൗലോസ് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അത് ഇന്ന് പകൽ നിങ്ങളെ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന 8 മണിക്കൂർ അത് ജോലി ചെയ്യണം. 8 മണിക്കൂർ നിങ്ങൾ കുടുംബത്തോടൊപ്പം സന്തോഷിക്കണം. 8 മണിക്കൂർ നീ ഉറങ്ങണം. കർത്താവിന് കൊടുക്കേണ്ട സമയത്ത് പ്രാർത്ഥനകൾ ചെലവഴിക്കണം. പ്രഭാതത്തിൽ പുതുപുത്തൻ ഉണർവോടെ ആലിയ സ്തോത്രം അത്യുത്സാഹത്തോടെ എഴുന്നേറ്റ് ആ ദൈവസേന വന്ന് പ്രാർത്ഥിച്ച് നിന്നെ തന്നെ ഏൽപ്പിക്കുക. കർത്താവിന്റെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. കണ്ണുകളച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടു കേരളത്തിൽ ലോക രാജ്യം 800 കോടി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തതാണ്. കർത്താവ് ശൈശവത്തെ ബാല്യത്തിനും കമ്മാരി യൗവനത്തെ വാർത്ത ഞാൻ വൃത്തിരസന യാചകർ ഓർപ്പണ ചോട്ട യുവ തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്രതല പത്തികാലിനായവർ ഭരണാധിപന്മാർ അടക്കമുള്ള എല്ലാ ക്രമസമാധാന പാലകരെയും ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ സകല ജനത്തെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം.
എല്ലാ ജനത്തിന്റെ ജീവിതത്തെ ശരീരം വേദനിക്കുന്നത് മാറി പരീക്ഷയിൽ അകപ്പെടാൻ ഉണർന്നെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഈ ദിവസം എഴുന്നേൽപ്പിക്കണമേ. സാത്താൻ ഗോതമ്പ് പോലെ മാറ്റി കർത്താവ് ജീവിതത്തിൽ നിരാശകളും ദുഃഖങ്ങളും വ്യാമതികളും മരണങ്ങളും ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളിൽ ശാപത്തിന്റെ പാപത്തിന്റെ രോഗത്തിന്റെ വേദന അകപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവ് ഈ കുടുംബങ്ങളൊക്കെ വിടിവിക്കപ്പെട്ട് സ്വസ്ഥ പ്രാപിപ്പാൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പം ഉണർന്നെന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ വരവിനായ ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. സകല ഭക്തി എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.